ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു സ്പെഷ്യൽ RC കാറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ടീഷർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതാ വണ്ടി എന്നുള്ളൊരു ചെറിയൊരു ക്ലൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കട്ട പോളോ ഭ്രാന്തനാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ഒരു പോളോ GT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പോളോ ഡൈകാസ്റ്റ് വണ്ടി മേടിക്കണം എന്നൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ ഒരു കിടിലൻ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് വണ്ടി നമ്മളായിട്ട് ഇവിടെ മലയാളത്തിൽ പോലും റിവ്യൂ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് റിവ്യൂ ആയിട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടി. ഏതാ വണ്ടി എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഒരു കിടിലൻ സാധനമാണ്. ഇനിയിപ്പോൾ സസ്പെൻസിന്റെ കാര്യമൊന്നുമില്ല. പോളോ MJXന്റെ തന്നെ പോളോ ഡ്രിഫ്റ്റ് RC റാലി ഡ്രിഫ്റ്റ് കാർ ആട്ടോ നമുക്കിവിടെ വന്നിരിക്കുന്ന 1/14 സ്കെയിലാണ്. അടിപൊളി ലുക്കും കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. അത്രയ്ക്കും യുണീക്ക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. MJXന്റെ തന്നെ ഒഫീഷ്യലി ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആട്ടോ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ ബോക്സും കാര്യങ്ങളും. ഇതിൻ്റെ അകത്ത് വണ്ടി ഇരിപ്പുണ്ട്. നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. വലിയൊരു സസ്പെൻസും കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതാട്ടോ വണ്ടി. അത്രയ്ക്കും ഡീറ്റെയിൽ ആട്ടോ വണ്ടിക്ക് വരുന്നത്. കണ്ടോ, ആ കളറും കാര്യങ്ങൾ തന്നെ അത്രയ്ക്കും സെറ്റപ്പായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇഞ്ച് പെർഫെക്ഷൻ എന്നൊക്കെ വേണേൽ പറയാം. എല്ലാ ഭാഗവും അവർ പക്കയായിട്ടോ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡൊക്കെ ആണെങ്കിലും ഒറിജിനൽ പോളോയുടെ അതേ ലുക്ക്. ഫ്രണ്ട് അമ്പളം, ഹെഡ്ലൈറ്റ്, പോളോ എന്നുള്ള എഴുത്ത്, ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ബോഡി കിറ്റ്, മിറർ, റൂഫിൽ വന്നിട്ടൊരു റൂഫ് സ്കൂപ്പ്. റാലി വണ്ടി ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും MJX ചെയ്തിട്ടില്ല. പിന്നെ വണ്ടി ഊരാൻ 4 പിന്നാട്ടോ വരുന്നത്, മേളിൽ 4 പിന്ന്. പിന്നെ ബാക്കിൽ വന്നിട്ട് ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു സ്പോയിലർ കാര്യങ്ങൾ വരുന്നുണ്ട്. ടെയിൽ ലാമ്പ്, ടയേഴ്സ്, അലോയ്സ് ആണെങ്കിലും നല്ല അടിപൊളി ന്യൂ ഡിസൈൻ ആട്ടോ. പിന്നെ വണ്ടി സ്പ്രിങ്ങും കാര്യങ്ങളൊന്നും അല്ല, ഓയിൽ സസ്പെൻഷനാണ്. വണ്ടിയുടെ ആ ഒരു ഇത് കണ്ടോ, സസ്പെൻഷൻ്റെ ആക്ഷനൊക്കെ കണ്ടോ, അത്രയ്ക്കും ട്രാവലിംഗ് ഒക്കെ ഉള്ള കിടിലൻ സസ്പെൻഷനാണ്. പിന്നെ വണ്ടിയുടെ അടിഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ എന്നെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഒഫീഷ്യൽ ലൈസൻസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഫോക്സ്വാഗൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയുണ്ട്, കിടുവല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ളൊരു യുണീക്കായിട്ടുള്ളൊരു വണ്ടി വളരെ റെയറാണ്. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ കൂടെ നമുക്കിത് ഡ്രിഫ്റ്റ് കാറായതുകൊണ്ട് തന്നെ ഡ്രിഫ്റ്റ് ടയേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു സാൻഡിലൊക്കെ ഓടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രിപ്പുള്ളൊരു സാൻഡ് ടയേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടൂൾസ് കാര്യങ്ങൾ. പിന്നെ MJXൻ്റെ തന്നെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ടൈപ്പ് റിമോട്ടും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബോഡിയുടെ കവർ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഒരു LED കണക്ഷൻ്റെ ഒരു വയറും കാര്യങ്ങളും പോയിട്ടുണ്ട്. ഇതിന് ഒരു ഡസ്റ്റ് പ്രൂഫ് കവറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ 3 പിന്നും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, കിടിലൻ ഓയിൽ സസ്പെൻഷനാണ്. പിന്നെ വന്നിട്ട് ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ടോ വരുന്നത്. നമുക്കൊരു അപ്ഗ്രേഡഡ് ESC ആട്ടോ, അതായത് 14303 സിട്രൈനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു അപ്ഗ്രേഡഡ് ESC ആണ് വരുന്നത്. E45P ESC ആണ് വരുന്നത്. ആ ESCക്ക് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടർ, മെയിൻ സാധനം, ഒരു 3000+ kV പവറുള്ളൊരു മോട്ടറാണ്. ആ മോട്ടർ തണുപ്പിക്കാനായിട്ട് ഒരു ഫാനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ജൈറോ. ഈ വണ്ടി ഒരു ജൈറോ എനേബിൾഡ് ആയിട്ടൊരു വണ്ടിയാണ്. അതായത് വണ്ടിയുടെ സ്റ്റിയറിങ്ങിനെ നമുക്ക് അസിസ്റ്റ് ചെയ്ത് വണ്ടി കുറച്ചും കൂടെ നന്നായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളൊരു പോസിബിലിറ്റിയാണ് ജൈറോ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്പാക്റ്റ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു ബാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലാണേലും ഉണ്ട്, ഇവിടെ ആണേലും അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡസ്റ്റ് പ്രൂഫും കവറൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അഴിക്കുക കേട്ടോ. ജസ്റ്റ് ഈ കവർ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പൊക്കിയെടുക്കാം, ഇത്രേ ഉള്ളൂ. പൊടിയും കാര്യങ്ങളും പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്ലിയർ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ. പിന്നെ ഇവിടെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലായിട്ടോ ബാറ്ററിയും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ തന്നെ ഗൈറോ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലോ. ഈ ഗൈറോ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നോബും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി കിടക്കുന്നത് ഏകദേശം ഒരു 50% മേളിലാട്ടോ കിടക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ 100%-ലോട്ടൊക്കെ ഇടാൻ പറ്റും കേട്ടോ ഗെയിന്. അതായത് വണ്ടി എത്രത്തോളം അതിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കിത് ഈ നോബിൽ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അടുത്തായിട്ട് നമ്മളിത് റിമോട്ട് ഓണാക്കി കേട്ടോ. റിമോട്ട് ഓണാക്കി കഴിയുമ്പോൾ വണ്ടിയിൽ കണക്ഷനും കാര്യങ്ങളും വന്ന് ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അതതിൻ്റെ ഫാൻ കറങ്ങണ സൗണ്ടാണ് കേട്ടോ.
അപ്പോൾ അതേ നമുക്ക് ജസ്റ്റ് ഇതിന് ലൈറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കിയാലോ. ഇതാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, ഒരു അടിപൊളി LED ആട്ടോ വരുന്നത്, അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. പിന്നെ വന്നിട്ട് ഇതേ ഇൻഡിക്കേറ്ററും LED മാറി മാറി ബ്ലിങ്ക് ചെയ്യും. പിന്നെ വന്നിട്ട് ഓഫ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആട്ടോ വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്ത് നോക്കിയാലോ. സെർവോയൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല റെസ്പോൺസീവാണ്, ഒരു രക്ഷയില്ല, നല്ല സ്മൂത്താണ്. വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ആ സൗണ്ടും കാര്യങ്ങളും കേട്ടോ, MJXൻ്റെ ആ ഒരു തനതായ സൗണ്ടും കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത്. പിന്നെ ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു റിയർ LED ലൈറ്റും തെളിയുന്നുണ്ട്, അത് നല്ല രസമുണ്ട് കാണാൻ, വൈറ്റ് ആയതുകൊണ്ട് തന്നെ. നമുക്ക് ഇത് ടേബിൾ ആയതുകൊണ്ട് ഒത്തിരി കൈ കൊടുത്ത് നോക്കാൻ പറ്റില്ല, എന്നാൽ പോലും ജസ്റ്റ് ത്രോട്ടിൽ കൊടുക്കാം, കണ്ടോ. പിന്നെ ഈ വണ്ടിയുടെ കൂടെ ഡ്രിഫ്റ്റ് ടയേഴ്സും പിന്നെ ഒരു സാൻഡിലൊക്കെ ഓടിക്കാനുള്ള കുറച്ചും കൂടെ ഗ്രിപ്പ് കൂടിയ ടയറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തൊരു റണ്ണിങ് വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അന്നേരമാണ് ഈ വണ്ടിയുടെ ഒരു ഫുൾ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വന്നിട്ട് ടയറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഇതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ് ഒക്കെ ഉണ്ടോ, അത്രയ്ക്കും ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാട്ടോ, മെറ്റലാണ് പോയേക്കണത്. ആക്സിലിൻ്റെ ആ ഒരു ഇതാണേലും മെറ്റലാണ്, ഫുള്ള് മെറ്റലിൻ്റെ പാർട്സ് കുറേ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്, പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സൊക്കെ കുറവാണ്. പിന്നെ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു റൈഡിങ് സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുള്ളൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ടയർ മാറാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിത് അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ടയർ മാറിയിട്ടുണ്ട്. ടയർ മാറി കഴിയുമ്പോഴുള്ളൊരു ലുക്ക് ഇതാട്ടോ, അതായത് ഗ്രിപ്പൊന്നും ഇല്ലാത്തൊരു ഡ്രിഫ്റ്റ് ടയർ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ബാക്കി 3 വീലും കൂടെ മാറാനുണ്ട്, 3 വീലും കൂടെ നമുക്കിത് എടുത്തിടണം. അപ്പോൾ ഗൈസ് നമ്മുടെ 4 ടയർ ഡ്രിഫ്റ്റ് ടയറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഉറപ്പായിട്ടും അടിപൊളി ഒരു ഡ്രിഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രിഫ്റ്റ് ടയേഴ്സ് ഇട്ടു കേട്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കേട്ടോ ഡ്രിഫ്റ്റ് ചെയ്യാൻ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ വണ്ടി നല്ല സ്മൂത്തായിട്ട് കേട്ടോ ടേണും ഡ്രിഫ്റ്റ് ചെയ്യണത്. ശരിക്കും ആ ഒരു ടയറിൻ്റെ ആ ഒരു ഡ്രിഫ്റ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴാട്ടോ മനസ്സിലായേ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു RC ഹെലികോപ്റ്റർ ആട്ടോ, ബഡ്ജറ്റ്, പിന്നെ ഒരു 1/10 സ്കെയിൽ ഒരു കിടിലൻ ക്രോളറും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.